പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതമായ തൻ്റെ തിരുനാമത്തിന് പാടുന്നതും പ്രഭാതകാൽ തൻ്റെ കൃപയും രാത്രികാലങ്ങളിൽ തൻ്റെ വിശ്വാസം അറിയിക്കുന്നതും എത്രയോ നല്ലതാകുന്നു. കർത്താവെ, പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കണമേ. പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണം. ഈ പ്രഭാത സമയത്ത് നിന്റെ പൊന്നുമക്കളായ ഞങ്ങളുടെ പൊന്നുതൃപ്പാദത്തിൽ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. 15-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് ചിന്തിക്കുന്നു. കർത്താവിൽ പ്രിയ വാത്സല്യമുള്ളവരെ, ഉത്തമ ആരാധകൻ ആരാണെന്നും ആരാധകന് ദൈവത്തിൻ്റെ ആലയത്തിലേക്കും സന്നിധിയിലേക്കും പ്രവേശിക്കുവാൻ വേണ്ടി യോഗ്യതകൾ എന്തെല്ലാമെന്നും വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. വിവിധ ക്രൈസ്തവ സഭകൾ ഈ സങ്കീർത്തനം ആരാധനാഗീതമായി ഉപയോഗിക്കുന്നു. ഓർത്തഡോക്സ് സഭ പൗരോഹിത്യത്തിൻ്റെ വിവിധ ശ്രേണിയിലേക്ക് ഉയരുന്നവർക്കുള്ള ആദ്യത്തെ ഗാനമായും ചേർക്കുന്നു. 8 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് പ്രതിപാദിക്കപ്പെടുന്നത്. ഒരു ചോദ്യത്തെ തുടർന്ന് ചോദ്യം ഇപ്രകാരമാണ്: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും? 1, നിഷ്കളങ്കമായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ ആയിരിക്കണം എന്ന് പറയുന്നു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് നീതിനിഷ്ഠനായ യോബ്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടവരുന്നവനും ആയിരുന്നു. യോബ് 1:1. രണ്ടാമത് നാം കാണുന്നത് സത്യം സംസാരിക്കണം, അതും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, ആത്മാർത്ഥതയായും. സത്യസന്ധമായ സംസാരത്തിൽ ആത്മാർത്ഥത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 3, ഏഷണി പറയാതെ, അപശുദ്ധി പരത്താതെ, പൊടുപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറയാതെ നാവിനെ പ്രത്യേകം സൂക്ഷിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. സ്നേഹിതന് അപമാനം വരുത്തുന്ന യാതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ സൂക്ഷിക്കണമെന്നാണ് 4-ാമത്തെ കാര്യം. അവിടെ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, നമ്മുടെ കാര്യസാധ്യതനായി പലപ്പോഴും പലരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന പ്രവണത നമുക്കുണ്ട്. സമസ്വഭാവനയുള്ളവരെയും തന്നിൽ താഴ്ന്നവരെയും വളരെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ അപവാദം വരുത്താതിരിക്കുവാനായിട്ട് യൗസേപ്പ് പുണ്യവാളൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ വിചാരിച്ചതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നന്മ പ്രവൃത്തി ചെയ്യുന്നവരുടെ സാക്ഷ്യം. വഷളിനെ നിന്ദയായി എണ്ണുക എന്നതാണ് അടുത്തത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികൾ വഴിയിൽ നിൽക്കാതെയും പരിഹാസങ്ങൾ ഏർപ്പെടുത്തിയിരിക്കാതെയും സൂക്ഷിക്കുന്നവനായിരിക്കും യഥാർത്ഥ ഭക്തൻ. 6-ാമതായിട്ട് സ്വന്തം വാഗ്ദാനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നവനായിരിക്കണം. അത് ചിലപ്പോൾ അസൗകര്യം പ്രാതികൂല്യങ്ങളും സൃഷ്ടിച്ചു വരാം. സാധുക്കളെ ചൂഷണം ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം പലിശയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക എന്നത് 7-ാമതായിട്ട് നാം കാണുന്നു. കൈക്കൂലിയാണ് 8-ാമത്തെ വിഷയം. ഇന്നത്തെ സമൂഹത്തിനെ കാർന്നു നിന്ന ഒരു പ്രവർത്തനയാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ യഥാർത്ഥ ഭക്തനായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അവൻ്റെ കൂടാരത്തിൽ പാർക്കുവാൻ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുകയും വേണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കിയൊരുക്കുന്നു. ദൈവം കാത്തു.